അങ്ങനെ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് നീണ്ട ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട്. അതെ, ഇനിയൊരു 17 ദിവസങ്ങൾ കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. ഇതെവിടെയാണെന്നല്ലേ ഇപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് കൊയിലാണ്ടിക്കടുത്ത് ശ്രീ പടനിയിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം എന്തുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്നായിരിക്കില്ലേ ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുക. അതും ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങാത്ത, അതായത് ഉത്സവം കഴിയാതിരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടെന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അതിനൊരു ചെറിയ കാരണമുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നല്ലേ, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നൊരു കെട്ടിയാട്ടം ഉണ്ട് കേട്ടോ ഇവിടെ. അതെ, മലബാറിൽ അത്രയധികം ക്ഷേത്രങ്ങളിൽ കെട്ടിയാടാത്ത വീരഭദ്രൻ്റെ തിറയുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്രയധികം പ്രശസ്തമാകുന്നതും ഇത് നിങ്ങളോട് ഞാൻ മുന്നേ പങ്കുവയ്ക്കുന്നതും. കാരണം എന്താണെന്നല്ലേ, നിങ്ങളും വന്നൊന്ന് കണ്ടു നോക്കൂ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് മുമ്പേ പങ്കുവെച്ചു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതെ, ആ ഒരു കാഴ്ച, ആ ഒരു കെട്ടിയാട്ടം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു കെട്ടിയാട്ടം മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. അതല്ലാതെ ഒട്ടനവധി കെട്ടിയാട്ടങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് കെട്ടിയാട്ടങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എങ്ങനെയാ, പോവല്ലേ അങ്ങോട്ടേക്ക്? നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടാലോ ഇവിടുത്തെ കെട്ടിയാട്ടം, ഇവിടുത്തെ ആളുകളുടെ സ്നേഹവും ആഘോഷവും ആരവങ്ങളും എല്ലാം. അപ്പം നമുക്ക് ഒരുമിച്ച് കണ്ടാലോ? അപ്പം നമ്മൾ പോവല്ലേ? എന്നാൽ പിന്നെ പോന്നോളൂ. ഏപ്രിൽ 5, 6, 7 തീയതികളിലാണ് കേട്ടോ ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. ഇത് 7-ാം തീയതി രാത്രി ഉണ്ടാകുന്ന കെട്ടിയാട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കാണാമല്ലേ? എന്നാൽ പിന്നെ പോന്നോളൂ.